നമസ്കാരം, രാഹുൽ വാണിയമ്പാറയാണ്. ഞാൻ നിൽക്കുന്നത് കല്ലിടുക്കിലാണ്. വേണമെങ്കിൽ 3 മാസം കൊണ്ട് തീർക്കാവുന്ന പണികളാണ് കല്ലിടുക്കും മുടിക്കോടുമുള്ളൂ. നമുക്കറിയാം, ദേശീയപാതയിൽ നിരന്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഹൈക്കോടതിയാണ് പണികൾ ചെയ്യേണ്ട നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സമീപകാലത്തായിട്ട് നമുക്കറിയാം നിരവധി പ്രശ്നമാണ്. മണ്ണുത്തി വടക്കഞ്ചേരി റോഡായാലും അതുപോലെ തന്നെ നമ്മുടെ മണ്ണുത്തി മുതൽ എറണാകുളം പോകുന്ന റോഡാണെങ്കിലൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോള് നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് വിശേഷണപ്പെടുത്താം. കാരണം മാത്രമല്ല, ദേശീയപാതയിൽ കേരളത്തിലുണ്ടായ ഒരു വലിയ ടോൾ പ്ലാസ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം പാലിയേക്കര. അപ്പോൾ അതിൽ പല വലിയ സമരങ്ങൾ നിന്നാലും ടോള് നിർത്തിയത് ഈ എന്താ പറയുക, ഷാജി കോടങ്കണ്ടത്ത് വക്കീൽ നിരന്തരമായൊരു പോരാട്ടം നടത്തിയിട്ടാണ്. പിന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ രൂക്ഷമായ വിമർശനം വന്ന ഈ സാഹചര്യത്തിലാണ്. അപ്പോൾ നിരവധി തവണ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തിൽ തന്നെ വീണ്ടും ആദ്യം പണി നടത്തിയിട്ട് എന്നിട്ട് നമുക്ക് ടോൾ പിരിക്കാമെന്ന് ഹൈക്കോടതി പറയുന്നൊരു സ്ഥിതി വിശേഷമുണ്ടായി. നിലവിലെ ഒരു അപ്ഡേറ്റ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കല്ലിടുക്കാണ്. പട്ടിക്കാട് എത്തുന്നതിന് മുമ്പ് വരെ ഒരു പാലം നീളുന്നുണ്ട്. ഏകദേശം 700 മീറ്ററാണ് ടോട്ടൽ ഈ ഒരു പാലത്തിൻ്റെ നീളം വരുന്നത്. ദേശീയപാതയിൽ മണ്ണുത്തി വടക്കഞ്ചേരി 6 വരിപ്പാതയിൽ 3 സ്പോട്ടുകളിലായിട്ടാണ് നിലവിൽ പാതപണി നടക്കുന്നത്. അതിൽ വാണിയമ്പാറ പൂർണ്ണമായിട്ടും പ്രധാനപ്പെട്ട പണികളൊന്നും ചെയ്യുന്നില്ല. സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിൽ പാറ പൊട്ടിക്കുന്നതും ആ സർവീസ് റോഡ് ഉണ്ടാക്കുന്നതിനും നമുക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് നീലിപ്പാറ ഭാഗത്തുള്ള പണികൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് സർവീസ് റോഡൊക്കെ ടാർ ചെയ്തതിന് ശേഷമാണ് ഗതാഗതം മാറ്റി പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ നമുക്ക് വരാം. അപ്പോൾ നിലവിലെ കണ്ടീഷൻ ഇതാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ചെയ്ത പണികളാണ്. ഈ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്തു, സർവീസ് റോഡ്. ഇവിടുത്തെ നിലവിലൊരു പ്രശ്നം എന്തെന്നാൽ, പഴയ കമ്പനി, അതായത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല വീതിയിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന കുറച്ച് അടിയിലൂടെ പോകുന്ന കുറച്ച് കനാലുകൾ അല്ലെങ്കിൽ ഡ്രൈനേജൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് പണിത് അത് ഫില്ല് ചെയ്ത് എന്നിട്ടാണ് ഇവിടെയൊക്കെ ടാർ ചെയ്യാൻ. അതാണ് ഈ പ്രദേശത്തൊരു പണി പെൻഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ തീർത്തിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല സൂപ്പറായിട്ട് ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ലേശം മഴ ചാറിയിട്ടുണ്ട്. നമുക്കറിയാം, മഴക്കാലമായിരുന്നു കുറച്ചിലെ ശക്തമായ മഴ. ഈ സമീപ വർഷങ്ങളിലൊന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ വലിയൊരു തോതിൽ മഴ ലഭിച്ചൊരു വർഷമാണ് ഈ 2025. കാരണം ഏപ്രിൽ മാസത്തിലെ പകുതി മുതൽ മഴ ഇങ്ങനെ പെയ്ത് എന്താ പറയുക, ഇപ്പോഴും നമ്മുടെ ഈ ഓണം വരുന്നതിന് തൊട്ട് മുമ്പ് വരെ കനത്ത മഴ തന്നെയായിരുന്നു. അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പണികൾ പൂർണ്ണമായിട്ട് സ്തംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ പോരായ്മകൾ, PST എന്ന കമ്പനിയാണ് 11ഓളം പാലം ഇവിടെ ദേശീയപാതയിൽ പണിയുന്നത്. സർവീസ് റോഡ് വേണ്ടത്ര രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത മൂലം കനത്ത ബ്ലോക്കാണ് ഈ ഭാഗത്തുണ്ടായത്. നമ്മളൊക്കെ നിരവധി വാർത്ത ചെയ്ത് ഇവർക്കെതിരെ രൂക്ഷമായിട്ടൊക്കെ ശക്തമായൊരു പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്കിത് സൂചിപ്പിക്കാനുള്ളത്, വേണമെങ്കിൽ 3 മാസം കൊണ്ട് തീർക്കാവുന്ന പണികളെ നിലവിൽ നമ്മുടെ ദേശീയപാതയിൽ കല്ലിടുക്കായാലും മുടിക്കോടായാലും ഉള്ളൂ. അതിൽ വാണിയമ്പാറയിലെ പാലം നീളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറേ സമയം എടുക്കും. ആ കാര്യത്തിലൊരു തർക്കമില്ല. അപ്പോൾ ഈ 2 പാലങ്ങൾ എമർജൻസി ആയിട്ട് തീരും എന്നൊരു കണ്ടീഷനാണ് നമുക്ക് നിലവിൽ കാണാനുള്ളത്. മാത്രമല്ല, മണ്ണടിക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണിൽ വലിയൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളില്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പണികൾ. അപ്പോൾ ഈ ഒരു പാലങ്ങളുടെ അപ്ഡേറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റുകളും വാർത്തകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.